In the previous class, we found a young seagull who was anxiously waiting for the arrival of his mother bringing food. So, അമ്മ കുഞ്ഞിന് ഭക്ഷണവുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആ സമയത്താണ് നമ്മൾ നിർത്തിയത്. Okay, let's continue. He waited a moment in surprise, wondering why she did not come nearer. അങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് എന്താണ് അമ്മ അടുത്തേക്ക് വരാത്തത് എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അവനങ്ങനെ നിൽക്കുകയാണ് അവിടെ. And then, maddened by hunger, he dived at the fish. വിശന്നുകൊണ്ട് കണ്ണ് കാണാതിരിക്കുന്ന ആ സമയത്താണ് അമ്മയുടെ വരവ്. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ maddened by hunger, വിശന്നിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് he dived at the fish. He jumped at the fish. With a loud scream, ഉറക്കെ നിലവിളിച്ചുകൊണ്ട് he fell outwards and downwards into space. So, our young seagull fell outwards. താഴേക്ക് വീഴുകയാണ്. His mother had swooped upwards. മകൻ താഴേക്ക് വരുന്നത് കണ്ടിട്ട് അമ്മ അവിടുന്ന് പറക്കുകയാണ്. As he passed beneath her, മകൻ താഴോട്ട് പറന്ന സമയത്ത് he heard the swish of her wings. അവൻ കേൾക്കുകയാണ്. അമ്മ മുകളിലോട്ട് പറന്നു പോയില്ലേ? ആ സമയത്ത് അമ്മയുടെ ചിറകടിയുടെ ശബ്ദം. സ്വിഷ് എന്ന് പറഞ്ഞാൽ വീശൽ എന്നർത്ഥം. ഫ്ലാപ്പ് എന്നുള്ള ഏതാണ്ട് മീനിങ്ങിലാണ്. ആ ചിറകിൻ്റെ വീശലിൻ്റെ ശബ്ദം കൂടി ഈ കുട്ടി കേൾക്കുകയാണ്. Then a monstrous terror seized him. പെട്ടെന്നാണ് അതിഭയങ്കരമായ ഒരു പേടി ഇവനെ ബാധിക്കുന്നത്. എന്താണ് പേടിക്കാൻ കാരണം? And his heart stood still. ഭയം കൊണ്ട് അവൻ്റെ ഹൃദയം നിലയ്ക്കുകയാണ്. നിലച്ച പോലെ അവന് തോന്നുകയാണ്. He could hear nothing. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. But it only lasted a moment. That fear lasted only for a moment. ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നു ആ ഒരു പേടിക്ക് ആയുസ്. He felt his wings spread outwards. അവന് തോന്നുകയാണ് തൻ്റെ ചിറകുകൾ അതാ വിടരുകയാണെന്ന്. The wind rushed against his breast feathers, then under his stomach and against his wings. അവൻ്റെ ചിറകിലൂടെ, നെഞ്ചിനടിയിലെ തൂവലിലൂടെ, അതുപോലെ തന്നെ അവൻ്റെ വയറിനടിയിലൂടെ ആ കാറ്റ് വേഗത്തിൽ കടന്നുപോയി. He could feel the tips of his wings cutting through the air. Now he has a feeling that his wings are cutting through the air. വായുവിനെ കീറി മുറിച്ചുകൊണ്ട് ചിറക് മുമ്പോട്ട് പോകുന്നതായിട്ട് കുട്ടിക്ക് ഫീൽ ചെയ്യുകയാണ്. He was not falling headlong now. അവനിപ്പോൾ തലയും കുത്തി വീണുകൊണ്ടിരിക്കുകയല്ല. He is not falling headlong now. He was no longer afraid. He is not at all afraid then. പിന്നീട് അവൻ അങ്ങോട്ട് പേടിയില്ല അല്ലേ? അവൻ്റെ പേടിയൊക്കെ പോയിരിക്കുന്നു. അവനിനി അങ്ങോട്ട് ഭയമില്ല. No longer നെഗറ്റീവാണ്. കുറച്ച് പ്രായമായി കഴിഞ്ഞ വീട്ടിലുള്ളവരൊക്കെ പറയില്ലേ, ഡോണ്ട് പ്ലേ ലൈക്ക് എ ചൈൽഡ്, യു ആർ നോ ലോങ്ങർ എ ബോയ് അല്ലേ? നീ ഇങ്ങോട്ട് ഒരു കുട്ടിയല്ല, കുട്ടിയെ പോലെ പെരുമാറരുതെന്ന് ഉപദേശിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. അവനിനി അങ്ങോട്ട് ഭയക്കേണ്ട ആവശ്യമില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. അവന് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. ഡിസി, ഗിഡിനെസ്. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർഡ് അപ്വേർഡ്സ്. അവനൊന്നുകൂടി ചിറകടിക്കുന്നു, എന്നിട്ട് അവൻ സോർ ചെയ്യുന്നു, മുകളിലേക്ക് പറന്നു പോകുന്നു. സോർ മീൻസ് റൈസ്, പൊങ്ങുക, ഉയരുക എന്നൊക്കെയാണ്. ഹി uttered a joyous scream and flapped them again. അവൻ സന്തോഷം കൊണ്ട് ഒരു ശബ്ദമുണ്ടാക്കുന്നു. Then flapped again. Flapped his wings once again. ഒരിക്കൽ കൂടി ചിറകടിക്കുന്നു. He soared higher. അവൻ ഉയരത്തിലേക്ക് വീണ്ടും പറക്കുന്നു. He raised his breast and banked. Banked also means raised. RISED. ഉയർന്നു പൊങ്ങുക. അവൻ നെഞ്ചുയർത്തി ചിറകടിച്ച് ഉയർന്നു പൊങ്ങുകയാണ്. എങ്ങനെ? Against the wind. കാറ്റിനെതിരെ ശബ്ദമുണ്ടാകുന്നുണ്ട്. ഗാഗ. അപ്പോൾ he was crowing. He was flying, making the sound of happiness. കുട്ടിക്ക് ഗാഗ എന്ന് ഒച്ച ഉണ്ടാക്കാൻ അറിയുള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ ഒന്നുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒച്ച ഉണ്ടാക്കാൻ അറിയാം. ഗുളോ ഹോ ഹോ എന്തോ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഹിസ് മദർ swooped past him. അങ്ങനെ അമ്മ ആ പയ്യനെയും കടന്നു പോവുകയാണ്. അമ്മ തൻ്റെ മകനെയും കടന്നുപോയി. Her wings making a loud noise. അവളുടെ ചിറകുകൾ വലിയ ഒച്ചയുണ്ടാക്കി. He answered her with another scream. അമ്മ ശബ്ദമുണ്ടാക്കിയപ്പോൾ മകനും തിരിച്ച് ഒരു ശബ്ദം ഇടുകയാണ്, ഒരൊച്ചയിടുകയാണ്. സ്ക്രീം, ക്രൈ, നിലവിളിക്കുക എന്നൊക്കെയാണ് സ്ക്രീമിൻ്റെ മീനിങ്. Then his father flew over him screaming. ആ സമയത്ത് ഇതുവരെ സ്റ്റേജിന് വെളിയിലായിരുന്ന അച്ഛൻ അവിടേക്ക് കടന്നു വരികയാണ്.
ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. അവിടെ അലറി വിളിച്ചുകൊണ്ട് അച്ഛനും വരികയാണ്. സോ ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് ജോയ്. തങ്ങളുടെ മകൻ്റെ നേട്ടത്തിൽ, സീയിങ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദെയർ സൺ, ദേ വർ മച്ച് ഹാപ്പി. Then he saw his two brothers and sisters flying around him, soaring and diving. പിന്നീട് അവർക്ക് ശേഷം അങ്ങോട്ട് കടന്നു വന്നത് തൻ്റെ സഹോദരങ്ങളാണ്. So now the whole family is around him, sharing the happiness. Then he completely forgot that he had not always been able to fly. ഒരു പ്രാവശ്യം പറന്ന് അങ്ങനെ ഉഷാറായി വന്ന സമയത്ത്, എല്ലാവരുടെയും അപ്രീസിയേഷനൊക്കെ ഏറ്റുവാങ്ങിയ സമയത്ത് അവനൊരു കാര്യം മറന്നു പോവുകയാണ്. എന്താണത്? ഹി വാസ് അൺഏബിൾ ടു ഫ്ലൈ എന്നുള്ള ഒരു ഫാക്റ്റ്. തനിക്കിതുവരെ പറക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് പുള്ളിക്കാരൻ മറന്നു പോവുകയാണ്. ഹി വാസ് ബിഹേവിങ് ലൈക്ക് എ ബേർഡ് ഹു ഹാസ് മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഫ്ലൈയിങ് ആൻഡ് കമൻസ് ടു ഡൈവ് ആൻഡ് സോർ. അപ്പോൾ തൻ്റെ സഹോദരന്മാരുടെയും സഹോദരിയുടെയും കൂടെ ഹി സ്റ്റാർട്ടഡ്, കമൻസ് മീൻസ് സ്റ്റാർട്ടഡ് ടു ഡൈവ് ആൻഡ് സോർ. അവൻ ഡൈവ് ചെയ്യാനും വെള്ളത്തിലേക്ക് ചാടാനും അതുപോലെ തന്നെ സോർ പറന്നുയരാനും ഒക്കെ ശ്രമിക്കുകയാണ്. ഷ്രീക്കിംഗ് ഷ്രിലി മേക്കിംഗ് എ പിയേഴ്സിങ് നോയ്സ്. വളരെ തുളച്ചു കയറുന്ന തരത്തിലുള്ള ഒച്ചയൊക്കെയാണ് ഷ്രിൽ എന്ന് പറയുന്നത്. സോ ഹി വാസ് മേക്കിംഗ് എ ഷ്രില്ലി നോയ്സ്. ഹി വാസ് നിയർ ദ സീ നൗ. അവനിപ്പോൾ കടലിനരികിലാണ്. ഫ്ലൈയിങ് സ്ട്രൈറ്റ് ഓവർ ഇറ്റ്, അതിന് മുകളിലൂടെ. ഹി വാസ് ഫ്ലൈയിങ് ഓവർ ദ സീ, ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷൻ. സമുദ്രത്തിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് അവൻ പോവുകയാണ്. He saw a vast green sea beneath him. അവൻ്റെ അടിയിൽ he was seeing the vastness of the sea. പണ്ട് കടലിൻ്റെ അഗാധത കണ്ടപ്പോൾ, കടലിൻ്റെ എക്സ്പാൻസ് കണ്ടപ്പോൾ അവൻ വളരെ നെർവസ് ആയതാണ്. അവനിപ്പോൾ ഇതാ ആ വലിയ കടലിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹി വാസ് ഫേസിങ് ദ വാസ്റ്റ് സീ ബിനീത് ഹിം. അവൻ്റെ അടിയിൽ ആ വാസ്റ്റ് ആയിട്ടുള്ള വിശാലമായി കിടക്കുന്ന കടലിനെ അവൻ നേരിടാൻ ഉറച്ചിരിക്കുന്നു. ആഴത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ ഗ്രീൻ സീ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. That sea was that much vast and deep. അങ്ങനെ താഴെ നോക്കുന്ന സമയത്തോ വിത്ത് ലിറ്റിൽ റിജസ് മൂവിങ് ഓവർ ഇറ്റ്. ലിറ്റിൽ എന്നുള്ളതിന് സാധാരണ നെഗറ്റീവ് മീനിങ് ആണുള്ളത്. നെവർ, സ്കേഴ്സ്ലി, സെൽഡം എന്നൊക്കെയുള്ള മീനിങ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ്, നോട്ട് എന്നുള്ള മീനിങ് ആണ്. വിത്ത് ലിറ്റിൽ റിജസ്, തിട്ടയ്ക്കൊക്കെയാണ് ശരിക്കും റിജസ് എന്ന് പറയുക. പൊങ്ങി നിൽക്കുന്ന ചെറിയ കൂനകൾക്കൊക്കെ റിജസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ വെള്ളത്തിൻ്റെ മുകളിൽ, അഗാധമായ കടലിൻ്റെ മുകളിൽ എവിടെയാണ് തിട്ട? കടൽ തിട്ടയുടെ കാര്യമൊന്നുമല്ല പറയണത്. ഇവിടെ വേവ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. കടലിന് മുകളിൽ ഇങ്ങനെ ഓളങ്ങൾ വിട്ടില്ലേ, തിരമാലകൾ. അപ്പോൾ വല്ലാതെ തിരമാലകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സൈഡിൽ നിന്ന് കാണുമ്പോൾ വളരെ ഭീതിജനകമായ, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള തിരമാലകൾ കണ്ടു പേടിച്ചു പോയ ആളാണ് നമ്മുടെ യങ് സീകൾ. ദെൻ വെൻ ഹി വാസ് ഫ്ലൈയിങ് ഓവർ വാട്ടർ, ഫ്ലൈയിങ് ഓവർ ദ ഗ്രീൻ സീ, he found that the sea was so cool. He turned his beak sideways. അവൻ്റെ കൊക്കുകളെല്ലാം സൈഡിലേക്ക് ആക്കിക്കൊണ്ട് he crowded amusedly, happily. അവൻ സന്തോഷത്തോടെ കരയുകയാണ്. His parents and his brothers and sister had landed on the green floor in front of him. അവന് മുമ്പിൽ മറ്റാളുകളെല്ലാം ഉണ്ട് അല്ലേ. പാരൻസ്, ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ്. അവരെല്ലാം ലാൻഡ് ചെയ്തിട്ടുണ്ട് ആ സീയുടെ മുകളിൽ. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് സഹോദരനും അച്ഛനും പെങ്ങളും എല്ലാവരും അവിടെ ഉണ്ട്. വാ, ഈ കടലിൻ്റെ മുകളിൽ വന്നിരിക്കുക എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട്. They were beckoning to him. What is beckoning? അല്ലേ, ഇടുക. That is beckoning. They were beckoning to him, calling shrilly. നേരത്തെ പറഞ്ഞതാണ്, piercing noise. തുളച്ചു കയറുന്ന രീതിയിലുള്ള ഒച്ചയിൽ വിളിക്കുകയാണ്. മോനെ ഇടുക അല്ലേ. He drooped his legs to stand on the green sea. ഇപ്പോൾ ഗ്രീൻ സീയുടെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കാലുകളെല്ലാം താഴ്ത്തി വരികയാണ്. എന്നിട്ടോ ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്. അവന് ആ കടൽപ്പരപ്പിൽ നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് വാട്ട് ഹാപ്പൻഡ്? ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു വാട്ടർ. അവൻ്റെ കാലുകൾ വെള്ളത്തിലേക്ക് ആണ്ടുപോവുകയാണ്, മുങ്ങിപ്പോവുകയാണ്. ഹി സ്ക്രീം വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ. അവൻ പേടിച്ച് നിലവിളിക്കുന്നു. ഹി സ്ക്രീം വിത്ത് ഫ്രൈറ്റ്. ഹി ക്രൈഡ് ഔട്ട് നെർവസ്ലി. ഹി ക്രൈഡ് ഔട്ട് വിത്ത് ഫിയർ and attempted to fly again and attempted to rise again. അവനവിടെ നിന്ന് ഉയരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പറ്റിയോ? എന്തെങ്കിലും പറ്റിയോ? നോക്കുക. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്, ചിറകടിച്ചുകൊണ്ട്. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. ഭക്ഷണം കഴിക്കാതെ ആകെ പട്ടിണി കിടന്ന് പരവശനായ ആളാണ്. സോ ഹി വാസ് നോട്ട് ഏബിൾ ടു ഫ്ലൈ അഗെയിൻ. അവന് വീണ്ടും പറന്നുയരാൻ വേണ്ടി
സാധിച്ചില്ല. മിക്കവാറും അവിടെ തന്നെ തീരുമെന്നാണ് തോന്നുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? ഹി കുഡ് നോട്ട് റൈസ്, എക്സോസ്റ്റഡ് ബൈ സ്ട്രെയിഞ്ച് എക്സസൈസ്. ഇതുവരെയുള്ള വെപ്രാളവും പരവേശമൊക്കെ ഉണ്ടാകുന്നില്ല. എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ് ഔട്ട്, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അല്ലേ? എന്ത് കാരണമാണ്? വിത്ത് ദ സ്ട്രെയിഞ്ച് എക്സസൈസ്. പുഷപ്പും പുള്ളപ്പും എടുത്തിട്ടൊന്നുമല്ല. എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുവരെ അവൻ ചെയ്യാതിരുന്നൊരു പ്രവൃത്തിയാണ് അവൻ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇറ്റ് വാസ് ദാറ്റ് എക്സസൈസ്, ദാറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി വാസ് ടോട്ടലി സ്ട്രേഞ്ച് ടു ദാറ്റ് ലിറ്റിൽ യങ് ഗേൾ. ഹി ഹാസൻറ്റ് ഫ്ലോൺ അപ് ടു ദാറ്റ് ടൈം. അങ്ങനെ പറന്ന് ക്ഷീണിച്ച് അവശനായിരിക്കുന്നതുകൊണ്ടാണ് എക്സോസ്റ്റഡ് ബൈ സ്ട്രെയിഞ്ച് എക്സസൈസ് എന്ന് പറയുന്നത്. ഹിസ് ഫീറ്റ് സാങ്ക് ടു ദ ഗ്രീൻ സീ. അങ്ങനെ അവൻ്റെ കാലുകൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. ആൻഡ് ദെൻ ഹിസ് ബെലി ടച്ച്ഡ് ഇറ്റ്. അവൻ്റെ വയറ്, ബെലി അല്ലേ, ബെലി എന്നറിയാം, സ്റ്റൊമക്ക്, ടച്ച്ഡ് ഇറ്റ്. അങ്ങനെ ആ വെള്ളത്തിൻ്റെ സർഫസിൽ അവൻ്റെ വയറ് തൊടുകയാണ്. ആൻഡ് ഹി സാങ്ക് നോ ഫാദർ. പിന്നീട് അങ്ങോട്ടേക്ക് അവൻ മുങ്ങിത്താണില്ല. അവൻ്റെ വയർ അവനെ ആ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ തന്നെ പിടിച്ചു നിർത്തിയെന്നാണ്. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. ആ വെള്ളത്തിൻ്റെ മുകളിൽ അവനിങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഫ്ലോട്ട് ചെയ്യുക, ഗ്ലൈഡ് ചെയ്തുപോലെ, മരത്തടികളൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന പോലെ. ഹി വാസ് ഫ്ലോട്ടിങ് ഓവർ വാട്ടർ. ആൻഡ് അറൗണ്ട് ഹിം, അവന് ചുറ്റും, ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്. അവൻ്റെ കുടുംബം മുഴുവൻ അലറി നിലവിളിക്കുന്നുണ്ട്. എന്തിൻ്റെ നിലവിളിയാണെന്ന് നമുക്കറിയാം അല്ലേ? ആനന്ദാശ്രു പൊഴിക്കുന്നത് പോലെയാണ്. അവർ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ദേ വർ മേക്കിംഗ് ദ സൗണ്ട് ഓഫ് ഹാപ്പിനെസ്, പ്രൈസിങ് ഹിം. അവനെ പുകഴ്ത്തിക്കൊണ്ട് ചുറ്റും നടക്കുകയാണ് ഫാമിലി. ആൻഡ് ദെയർ ബീക്സ് വെയർ ഓഫറിങ് ഹിം സ്ക്രാബ്സ് ഓഫ് ഡോഗ് ഫിഷ്. വിശന്ന് ആകെ തൊലഞ്ഞിരുന്ന സമയത്ത് ഒരു കഷ്ണം മീൻ പോലും കൊടുക്കാത്ത പാർട്ടിയാണ്. ഇപ്പോൾ തൻ്റെ അറ്റംപ്റ്റിൽ വിജയിച്ച സമയത്ത് എന്ത് ചെയ്യാണ്? ആവശ്യം ഇപ്പോൾ സ്വയം ഇരതേടാനായ സമയത്ത് മീനോ എന്താ വേണ്ടത് വെച്ചാൽ അതൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ കൊടുക്കുന്നത് ഡോഗ് ഫിഷിൻ്റെ ഒരു പീസാണ്. അങ്ങനെ അത് കൊണ്ടുവന്ന് അച്ഛനും അമ്മയും എല്ലാവരും അവന് സമ്മാനം കൊടുക്കുകയാണ്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ വിജയകരമായി അവനവൻ്റെ ആദ്യത്തെ പറക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ ഈ പാഠം കഴിയുന്ന സമയത്ത് അല്ലേ, ഒരു ഹാപ്പി എൻഡിങ് ആണ്. വാട്ട് വാസ് ദ real problem of this young seeker? What do you think? In the beginning of the lesson, we had an introductory portion. That time, we discussed what are the factors that hinder, that blocks a person from being successful. ഒരാളെ വിജയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അതിലൊരു കാരണമായിരുന്നു ഡിഫിഡൻസ് ഓർ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ അല്ലേ? ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീകളിന് തനിക്ക് പറക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. തൻ്റെ ആ ചിറകുകളിൽ അവന് വിശ്വാസമുണ്ടായിരുന്നില്ല. സോ ദാറ്റ് വാസ് ദ റീസൺ. ഫിയറും അതുപോലെ തന്നെ ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസും. നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ടാകും, പക്ഷെ നമുക്ക് ഇറങ്ങിത്തിരിക്കാനാണ് പ്രയാസം. സോ ബി കറേജിയസ്, ഹാവ് ദ മൈൻഡ് ടു ഫേസ് എനി ചലഞ്ചസ്. ഓക്കെ, വി ഷാൽ മീറ്റ് അഗെയിൻ with the exercises of this particular chapter. Thank you. And also be safe. Okay.